ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടി ഉപ്പുമാവായിരുന്നു. അപ്പോൾ എനിക്ക് പല്ലിന് വേദന ആയതുകൊണ്ട് വേറെ കട്ടിയായിട്ടുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഉപ്പുമാവും മുട്ടയാണ് കഴിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചിൻ്റെ ഇവിടെ കിടന്ന് നല്ല അലമ്പാണ്. ഒരു കുപ്പി പൗഡറാണ് കസാരയിൽ ഒഴിച്ച് തീർത്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അമ്മേനെ വെടിവെക്കുമെന്നും പിഷുവും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞാൻ പയ്യെ ജോലിക്ക് കയറിയിട്ടുണ്ട്. ഗൈസ്, എൻ്റെ പുത്രൻ വല്യപ്പനെ മുറിക്കകത്തിട്ട് പൂട്ടിയേക്കുവാണ്. കണ്ടോ? ആരാടാ പൂട്ടിയത് അപ്പച്ചനെ? തുറന്നു കൊടുത്തേ. സുട്ടുമ്മ കുളിച്ചോ? കുളിച്ച് ചുണ്ടിയായോ? ചുണ്ടിമണിയായോ? ആണോ? ചുണ്ടിയായോ ടുട്ടുമോൻ? ചുണ്ടിയായോ ടുട്ടുമോൻ? ഇങ്ങോട്ടെന്നെ നോക്കി. ഭാവി എങ്ങനെയാ വന്ന കാലയില്? അവിടെയല്ലല്ലോ വീണത്. എവിടെയാ വീണേ? അമ്മയുടെ ഓഫീസിൽ പോകുന്ന അവിടെ റെയിൽവേ സ്റ്റേഷനിലല്ലേ വീണേ? എങ്ങനെയാ വീണേ? ഓടിയപ്പം. എന്തിനാ ഓടിയത്? അമ്മ എന്നാ പറഞ്ഞത്? ശ്രദ്ധിച്ച് നടക്കണമെന്ന് പറഞ്ഞില്ലേ അമ്മ? നേരത്തെ നോക്കി നടക്കണമെന്ന് പറഞ്ഞല്ലേ? എന്നിട്ട് പൊന്ന് അമ്മയുടെ കൈ വിട്ട് ഓടിയത് കൊണ്ടല്ലേ വീണേ? ശാരിയില്ലേ, മാടിക്കോളുവേ. ചുണ്ടിമണിയാണ്. ട്രെയിൻ വന്നല്ലേ? മഞ്ഞല്ല, ഭാവി ഉണ്ടായി. ഭാവിയല്ലല്ലോ, മണ്ണ് പറ്റിയല്ലേ വീണപ്പം. ഓക്കെ, ഗുഡ് മോർണിംഗ് പറഞ്ഞു എല്ലാവരോടും. അമ്മമ്മ കഴിച്ചോന്ന് ചോദിച്ചേ. ടുട്ടി രാവിലെ എന്നാ കഴിച്ചേ? അല്ലല്ലോ, ഉപ്പുമാവ് കഴിച്ചല്ലേ? സൂപ്പറായിരുന്നോ? യോ മടി. വഴക്കാലം ഏതാ അമ്മയുടെ? മടി തല്ലി പൊട്ടിക്കണ്ട. ചുണ്ടിയാണോ? അമ്മക്ക് എന്നാ പറ്റി പൊന്ന? ഇവിടെ എന്നാ പറ്റി അമ്മക്ക്? ഭാവി പറ്റി ഇവിടെ? പല്ല് ഭാവി വന്നില്ലേ അമ്മക്ക്? കാണാൻ മേല, അകത്താ ഭാവി. ഒരു ബായ് പറഞ്ഞേ. വെടി വെക്കുവോ? അതെന്തിനാ? അമ്മനെ വെടി വെക്കുവാണോ? അമ്മ ചത്തു പോത്തില്ലേ? ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എനിക്ക് നാരങ്ങ വെള്ളം കൊണ്ട് തന്നേക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അമ്മ നാരങ്ങ വെള്ളം കുടിച്ചോളാൻ പറഞ്ഞ് തന്നേക്കുവാണ് നാരങ്ങ വെള്ളം. അതിൻ്റെ ഇടയ്ക്ക് പപ്പ വന്ന് പപ്പയായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് 100 തവണ ഓരോ കാര്യങ്ങളുമായിട്ട് വരും. അമ്മ എന്നാ എടുക്കുക, ജോലി ചെയ്യുവാണോ, നമ്മുടെ ജോലി തീരുന്നോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ എത്തും. എത്രാമത്തെ മിഠായി അല്ലല്ലോ, ഫ്രീ ആണല്ലോ. നീ തിന്നണ്ടേ? നീ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കണേ. ഭാവി വരും എല്ലാം കൂടെ തിന്ന. അവിടെ ഒരു കൈ വെക്കും.
അങ്ങനെ അവൻ അവിടെ വന്ന് ഗെയിമൊക്കെ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് ഇതേ ചോറിന് ഇതൊക്കെയായിരുന്നു കറികൾ. അങ്ങനെ ചോറെല്ലാം കൊണ്ടിട്ട് ഞാനും ചിന്നുവും കൂടെ തിണ്ണേ വന്നൊരു ചോക്ലേറ്റൊക്കെ ആയിട്ടിരിക്കുവാണ്. അങ്ങനെ ഓരോ വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. അവൻ എന്തൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്, ഞാൻ അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ആ ചോക്ലേറ്റ് എല്ലാം കഴിച്ചു. പിന്നെ അവനിരുന്ന് ബോറടിച്ചപ്പോഴത്തേന് അവൻ്റെ വണ്ടിയായിട്ട് പോർച്ചിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അതുമായിട്ട് അതിലേ കളിക്കും. അങ്ങോട്ട് തള്ളും ഇങ്ങോട്ട് തള്ളും, കുറേ നേരം മണ്ണ് വാരും, മുറ്റത്തൂടെ നടക്കും. ഇതൊക്കെ തന്നെയാണ് ഇനിയും പരിപാടി. മുറ്റത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. പുള്ളിക്ക് മണ്ണ് വാരി കളിക്കണം, വണ്ടി എടുത്ത് അങ്ങോട്ട് വെക്കണം ഇങ്ങോട്ട് വെക്കണം. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് മരം വെട്ടാൻ വേണ്ടി ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ചിന്നുവും കൂടെ തിണ്ണായിരുന്നു കുറേ നേരം മരം വെട്ടുന്നതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. ചിന്നു ആദ്യമായിട്ടാണ് മരം വെട്ടുന്നത് കാണുന്നത്. അതുകൊണ്ട് പുള്ളി ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാം നോക്കി നോക്കി ഓരോ സംശയങ്ങളും ചോദിച്ചിരിക്കുമായിരുന്നു. എന്തിനാ മരം വെട്ടുന്നത്, എങ്ങനെയാണ് മരം താഴെ വീഴുന്നത് എന്തിനാ, അങ്ങനെ ഓരോരോ സംശയങ്ങളാണ്. നമ്മൾ കഷ്ടപ്പെട്ടു പോയി സംശയം എല്ലാം കൂടെ തീർക്കാൻ വേണ്ടിയിട്ട്. എല്ലാം നോക്കിയിരുന്ന് കാണുവാണ് പുള്ളി. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.